നഷ്ടപരിഹാരം നല്ല നഷ്ടപരിഹാരം കൊടുത്തിട്ടല്ലേ ഈ നിർമ്മാണം നടത്തിയിരിക്കുന്നത്. അതാണ് സർക്കാരിന് അഭിമാനകരമായ ഒരു കാര്യം. വലിയ നഷ്ടപരിഹാരം നൽകിയിട്ടാണ്. ഞാൻ അതിലേക്ക് വരാം. അതിലെനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. സ്മൃതി നേരത്തെ സജീഷിനെ അതിൽ അംഗീകരിച്ചു കൊടുക്കുന്നത് കണ്ടു. എനിക്കതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഞാൻ അതിലേക്ക് വരാം. അപ്പോൾ അങ്ങനെ ഉണ്ടാകണമെന്ന് നിരന്തരമായി ഞങ്ങൾ ആവശ്യപ്പെട്ടു. ആ ആവശ്യങ്ങൾക്ക് മുമ്പിലൊക്കെ കടക്ക് പുറത്തു നിന്ന് മാധ്യമങ്ങളോട് പറഞ്ഞ പോലെ ഈ വിഷയത്തിൽ ഇനി ചർച്ചയില്ല എന്ന് വലിയ ശബ്ദത്തിൽ പറഞ്ഞിട്ടാണ് മുഖ്യമന്ത്രി കടന്നുപോയത്. ഈ 2025 ഫെബ്രുവരി മാസം 24-ം തീയതി ഇതേ റിപ്പോർട്ടർ ചാനലിന്, കൃത്യമായി പറഞ്ഞാൽ 3 മാസം മുൻപ്, ഇതേ റിപ്പോർട്ടർ ചാനലിൻ്റെ 24-ം തീയതി മോർണിംഗ് ഷോ നിങ്ങളൊന്ന് എടുത്തു നോക്കണം. അതിൽ ശ്രീ അരുൺകുമാറിനോട് ഒരു ഇന്റർവ്യൂ നടത്തുന്നുണ്ട് PM മുഹമ്മദ് റിയാസ്. ഒരു പാലത്തിൻ്റെ ഈ റോഡിന് മുകളിൽ നിന്ന് ഒരു ട്രാക്ക് സൂട്ടും ഒരു ഷൂവും ഒരു തൊപ്പിയൊക്കെ വെച്ചിട്ട് അദ്ദേഹം നിൽക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഞാൻ സജീഷിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ഞങ്ങൾ പൊതുമരാമത്ത് വകുപ്പും ദേശീയ പാത അതോറിറ്റിയും ഒരു ടീമായിട്ടാണ് ഈ വർക്ക് നടത്തുന്നത്. നിങ്ങൾക്ക് ഉത്തരവാദിത്വം ഇല്ലേ? അപ്പോൾ ഈ ടീമിന് എല്ലാവർക്കും ഉത്തരവാദിത്വം ഉണ്ടാകണ്ടേ? പ്രത്യേകിച്ച് കേരളത്തെ ജനങ്ങളുടെ സുരക്ഷയിൽ പൊതുമരാമത്ത് വകുപ്പ് ശ്രദ്ധ പുലർത്തേണ്ടിയിരുന്നില്ലേ? അന്നൊക്കെ ഞങ്ങൾ പറഞ്ഞതാണല്ലോ ഇവിടെ ഇങ്ങനെ അപകടത്തിന് സാധ്യതയുണ്ട്, ഞങ്ങൾ പരിസരത്ത് സമരം ചെയ്ത് ഞങ്ങളെ അടിച്ചോടിക്കാണല്ലോ ചെയ്തത്. ഇനി അത് മാത്രമാണോ? നോക്കൂ, നിങ്ങൾ ഈ വർക്ക് ചെയ്ത കരാറുകാരുമായി ബന്ധപ്പെട്ട് തൊട്ടപ്പുറത്തെ റീച്ചിൽ വർക്ക് ചെയ്ത കരാറുകാരുമായി ബന്ധപ്പെട്ട് പരാതി ഉയർന്നപ്പോൾ നിങ്ങളുടെ മോർണിംഗ് ഷോയിൽ PM മുഹമ്മദ് റിയാസ് പറഞ്ഞ എന്താണ്? ആ പരാതിയെ തള്ളിക്കളഞ്ഞ് അദ്ദേഹവുമായി സംസാരിച്ചു, ഞങ്ങൾ ആ വർക്ക് കൊടുത്തു. അപ്പോൾ കരാറുകാരെ നിയമിക്കുന്നിടത്ത് നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് മാത്രമല്ല കേരള ഗവൺമെൻറ് ഇടപെട്ടിരുന്നു എന്ന് PM മുഹമ്മദ് റിയാസ് എന്നെ പറയല്ലേ? എന്നിട്ട് അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രി എല്ലാ വകുപ്പിനെ ഏകോപിപ്പിച്ചു. ഞാനിപ്പോൾ SK സജീഷ് അത് പറയുന്നത് കേട്ടു. ഞാൻ ചോദിക്കട്ടെ, പൊതുമരാമത്ത്, റവന്യൂ വകുപ്പ്, അതുപോലെ വാട്ടർ അതോറിറ്റി എല്ലാവരെയും ഏകോപിപ്പിച്ച മുഖ്യമന്ത്രിയാണെങ്കിൽ എങ്ങനെയാണ് ഇന്ന് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ പ്രൊജക്ട് ഡയറക്ടർ ഇന്നലെ അൻഷിൽ ശർമ്മ പറഞ്ഞത് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ഇതിനടിയിലൂടെ കടന്നു പോകുന്ന അപകടത്തിന് കാരണമാകാം എന്ന് അദ്ദേഹം പറയുമ്പോൾ വാട്ടർ അതോറിറ്റി ഏകോപിപ്പിച്ച മുഖ്യമന്ത്രിക്ക് ഇതിൽ ഉത്തരവാദിത്വം ഇല്ലേ? ഇല്ല എന്നാണോ സജീഷ് പറയുന്നത്? ഇനി പോട്ടെ, എല്ലാ ആഴ്ചയിലും ഞങ്ങൾ സന്ദർശനവും പരിശോധനയും നടത്താറുണ്ട് എന്ന് പറഞ്ഞത് നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ് അല്ലേ? അപ്പോൾ ഈ സമയത്ത് എന്താ ഈ പ്രശ്നം നിങ്ങൾ ശ്രദ്ധയിൽപ്പെടാതിരുന്നത്? ശ്രദ്ധയിൽപ്പെടാതിരുന്നെങ്കിൽ പോലും ഞങ്ങൾ വാർഡ് മെമ്പർ മുതൽ ഞങ്ങൾ ഇവിടുത്തെ ജനപ്രതിനിധികൾ ഉൾപ്പെടെ ഞങ്ങൾ പൊതുപ്രവർത്തകർ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയതല്ലേ? നോക്കൂ, ഇത് കടന്നു പോകുന്ന എൻ്റെ നാട്ടിലെ ചേളാരിയിൽ ഞങ്ങൾ വലിയ സമരം ചെയ്ത് മുഖ്യമന്ത്രിയെ നേരിട്ട് ഞങ്ങൾ പാർട്ടി പ്രതിനിധി പോയി കണ്ടതല്ലേ? ഈ PM മുഹമ്മദ് റിയാസിനെ ഞങ്ങൾ നേരിട്ട് പോയി കൊണ്ട് കത്ത് കൊടുത്തതല്ലേ ഇതിൽ അശാസ്ത്രീയത ഉണ്ടെന്ന് പറഞ്ഞിട്ട്? അപ്പോൾ എല്ലാ ആഴ്ചയും പരിശോധന നടത്തുന്ന അദ്ദേഹം എന്താ ഇത് കാണാതെ പോയത്? ഇനി പോകട്ടെ, അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്, ആ ഇന്റർവ്യൂവിൽ അവസാനം പറയുന്നുണ്ട്, ഞങ്ങൾ ഇത് മുഴുവൻ ഒരു ജാഥ പോലെ, രാഷ്ട്രീയ പാർട്ടി ജാഥ നടത്തുന്ന പോലെ ഞങ്ങൾ ജാഥ നടത്തി റോഡ് മുഴുവൻ കണ്ടുവെന്ന്. ഡബിൾ ഡെക്കർ ബസ്സിന് മുകളിൽ PM മുഹമ്മദ് റിയാസ് നിന്നിട്ട് ഇതൊക്കെ പരിശോധിക്കുന്ന ചിത്രം പുറത്തു വന്നല്ലോ. നിങ്ങളെ PR എക്സസൈസിന് ഉപയോഗിച്ച ബുദ്ധിയുടെ ഒരു 4% ബുദ്ധി ഈ ജനങ്ങൾ പറഞ്ഞത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിരുന്നുവെങ്കിൽ ഈ ദുരന്തം കേരളത്തിൽ ഉണ്ടാകുമായിരുന്നോ? വേങ്ങര പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞില്ലേ, മൂന്നിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞില്ലേ, ഞങ്ങളുടെ MLA P അബ്ദുൽ ഹമീദ് മാഷ് പറഞ്ഞില്ലേ, പൊതുപ്രവർത്തകന്മാർ പറഞ്ഞില്ലേ, പ്രതിപക്ഷ ഉപനേതാവ് പറഞ്ഞില്ലേ? ഇതൊക്കെ തള്ളിക്കളഞ്ഞ് നിങ്ങളൊരു വാചക പറഞ്ഞത്. നിങ്ങൾ എന്താ പറയുക? ഇനി ചർച്ചയില്ല, ഞങ്ങൾ ഇതുമായി മുന്നോട്ട് പോകും. ഈ അബദ്ധത്തിൽ ചെന്ന് ചാടിയത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ ദുർവാശിയായിരുന്നില്ലേ? ഇപ്പോൾ അദ്ദേഹം പറയാണ്, PM മുഹമ്മദ് റിയാസ് പറയാണ്, ഞങ്ങൾ ഡിസംബറിൽ ആദ്യ റീച്ച് ഉദ്ഘാടനം ചെയ്യുക. എവിടെയാ? മലപ്പുറത്ത് ആദ്യ റീച്ച് ഞങ്ങൾ ഉദ്ഘാടനം ചെയ്യും എന്നല്ല നിങ്ങൾ ഡിസംബറിൽ പ്രഖ്യാപിച്ചത്. ഡിസംബറിലേക്ക് ഇനി എത്ര നാളുണ്ട്, എത്ര മാസമുണ്ട്? ഈ റോഡാണ് നിങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോയത്? ഞങ്ങൾ ജനപ്രതിനിധികൾ മുതൽ സാധാരണ നാട്ടുകാർ വരെ പറഞ്ഞതിന് പുല്ല് വില കൽപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ PR എക്സസൈസിന് തിരഞ്ഞെടുപ്പിന് മുൻപ്, പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുൻപൊക്കെ ഇത് ഉദ്ഘാടനം ചെയ്തിട്ട് 4 രാഷ്ട്രീയ വോട്ടിന് വേണ്ടിയിട്ട് ജനങ്ങളുടെ ജീവൻ പണയം വെക്കുന്ന പ്രവർത്തനമല്ലേ നിങ്ങൾ നടത്തിയത്? നോക്കൂ, നിങ്ങൾ ഇവിടെ ഈ പ്രദേശത്ത് നിങ്ങൾ മതിൽ കെട്ടി എത്ര ആളുടെ ഹൈറ്റിൽ, 20 അടി ഹൈറ്റിലൊക്കെയാണ് മതിലുള്ളത്. അതിന് തൊട്ടപ്പുറത്ത് കോട്ടക്കൽ ഇതുപോലൊരു പാടം ഉണ്ടല്ലോ. ആ പാടത്ത് ഞങ്ങൾ പറഞ്ഞതുപോലെ എലിവേറ്റഡ് ഹൈവേ, അതിന് മുകളിൽ ആകാശപാത പോലെയാണല്ലോ കടന്നു വന്നത്. സമാനമായ സാഹചര്യം ഇവിടെ ചെയ്യണം, തലപ്പാറയിൽ ചെയ്യണം, ഇവിടെ ചെയ്യണം എന്നല്ല ജനങ്ങൾ ആവശ്യപ്പെട്ടത്. ഒരേ ജില്ലക്കകത്ത് തൊട്ടടുത്ത 2 പഞ്ചായത്തിൽ 2 നീതി നിങ്ങൾ നടപ്പിലാക്കിയില്ലേ? നോക്കി, ഈ പ്രദേശത്തിന് പ്രത്യേകത എന്താണെന്ന് അറിയാം സ്മൃതി? തൊട്ടപ്പുറത്ത് കടലണ്ടിപ്പുഴയാണ്. കടലണ്ടിപ്പുഴ എന്ന് പറഞ്ഞാൽ 2 മഴ പെയ്താൽ കടലണ്ടിപ്പുഴ നിറഞ്ഞൊഴുകിയാൽ വരാനുള്ളത് ഈ പാടത്തിലേക്കാണ്. ഇപ്പോൾ സംഭവിച്ച ദുരന്തത്തിന്റെ 10 മടങ്ങ് ദുരന്തം ആ നാട്ടിൽ സംഭവിക്കും. അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ ഇനിയെങ്കിലും ഈ ജനങ്ങളുടെ വാചകം കേട്ട് ആവശ്യമായ നടപടിക്ക് ഈ ഗവൺമെന്റ് ഇടപെടണം. ഞാൻ പറയട്ടെ, നിങ്ങൾ സെൻട്രൽ ഗവൺമെന്റ് മാത്രം ഉത്തരവാദിത്തം പറഞ്ഞ് പോവല്ലേ? ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുന്നിടത്ത് നിങ്ങൾക്ക് ഉത്തരവാദിത്തം ഇല്ലേ? നിരന്തരമായി നിങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾ പരാതിയുമായി വരുമ്പോൾ നിങ്ങൾക്ക് അതിന് ഉത്തരവാദിത്തമില്ലേ? അതുണ്ടാകണം. ഇനി സ്മൃതി, ഇവർ പറയുന്ന ഒരു കാര്യം, ഞങ്ങൾ ഇതിൽ ചെയ്തത് സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കുക, അതൊരു വലിയ ടാസ്ക് ആയിരുന്നു, അത് ഞങ്ങൾ പൂർത്തീകരിച്ചു വന്നാണ്. ഞാൻ SK സജീഷിനോട് പറഞ്ഞു, നിങ്ങൾ ജനങ്ങളെ കബളിപ്പിക്കരുത്. 2005 മുതൽ ആരംഭിച്ച സമരമാണല്ലോ ഇത്. ഇവർ പറഞ്ഞ എന്താണ്? ഈ സമരം ചെയ്യുന്നവരുടെ ആവശ്യം എന്തായിരുന്നു? പരിസരവാസികളുടെ ആവശ്യം ഒന്ന്, ഇതിനെ ആകാശപാതയായി കൊണ്ടുവരണമെന്നാണ്. അതിന് ചിലവ് കൂടുതലുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ തള്ളിക്കളഞ്ഞു. പോകട്ടെ, രണ്ടാമത്തെ കാര്യം നഷ്ടപരിഹാരം കൊടുക്കണമെന്നാണ്. ഈ പിണറായി വിജയൻ ഗവൺമെന്റ് വന്നപ്പോൾ എന്തോ ഒരു വിപ്ലവം നടത്തിയതല്ല. അങ്ങനെ സ്മൃതി അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്ത് പോവല്ലേ? ഞാനൊന്ന് പറയുന്നത് കേൾക്ക് നിങ്ങൾ. ഞങ്ങൾ 2013 UPA ഗവൺമെന്റ് കാലത്ത്
റീഹാബിറ്റേഷൻ റീസെറ്റിൽമെന്റ് ആക്ട് കൊണ്ടുവന്നു. ആ ആക്ട് പ്രകാരം ഈ ജനങ്ങൾക്ക് ഇത് ലഭ്യമാകണമായിരുന്നു. അവർക്ക് മാന്യമായിട്ടുള്ള നഷ്ടപരിഹാരം കൊടുക്കാൻ ഈ ആക്ട് പ്രകാരം സാധിച്ചു. അതിൽ ഷെഡ്യൂൾ 4 ഇവരിനി പറയാൻ പോകുന്നത് ഷെഡ്യൂൾ 4 നാഷണൽ ഹൈവേ അതോറിറ്റി ആക്ട് പ്രകാരമാണ് റോഡ് എടുക്കുന്നതെങ്കിൽ അത് കൊടുക്കേണ്ടതില്ല എന്നാണ്. എന്നാൽ അതേ UPA ഗവൺമെന്റ് അതിന്റെ സെക്ഷൻ 15 കൃത്യമായി പറഞ്ഞു, ഇനി ഏതെങ്കിലും വകുപ്പിന് ഇങ്ങനെ മാറ്റം വരുത്തണമെങ്കിൽ ഓർഡിനൻസ് കൊണ്ട് കവർ ചെയ്യാം. UPA ഗവൺമെന്റ് 4 തവണ ഓർഡിനൻസുമായി ബന്ധപ്പെട്ട് കവർ ചെയ്തു. ആ സമയത്തൊന്നും സ്ഥലം ഏറ്റെടുപ്പെടുത്തില്ലല്ലോ. കാരണം ഈ നിയമം ബാധകമായിരുന്നില്ല. അന്ന് മുതൽ ഇവിടെ സമരം നടക്കുന്നുണ്ട്. അന്ന് പിണറായി വിജയൻ ഗവൺമെന്റിനോട് നമ്മൾ പറഞ്ഞതല്ലേ, നാഷണൽ ഹൈവേ അതോറിറ്റി ആക്ട് പ്രകാരം അല്ല, 2013 റീസെറ്റിൽമെന്റ് റീഹാബിറ്റേഷൻ ആക്ട് പ്രകാരം ഈ സ്ഥലം ഏറ്റെടുത്താൽ ഈ ജനങ്ങൾക്ക് നഷ്ടപരിഹാരം കിട്ടും, അത് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇവർ തയ്യാറായില്ല. അന്നേരം കുറഞ്ഞ പണം കൊടുത്ത് ജനങ്ങളെ കബളിപ്പിക്കാൻ കഴിയുമോ എന്ന് പരമാവധി ആലോചിച്ചു. 2014 മോഡി ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. ആ സമയത്ത് അവർ എക്സിക്യൂട്ടീവ് ഓർഡർ ഈ NDA ഗവൺമെന്റ് പുറത്തിറക്കി. ആ NDA ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള ആക്ട് പ്രകാരം കോടതിയിൽ ചെന്ന് ഈ സമരസമിതി അംഗങ്ങൾ അത് ഉറപ്പുവരുത്തി. അതിന് അപ്പീൽ പോയി, അപ്പീൽ തള്ളി. 2018 ഒരു ഗതിയുമില്ലാത്ത ഘട്ടത്തിലാണ് ഇവർക്ക് 2013 ആക്ട് പ്രകാരം വലിയ തുക കൊടുത്ത് സെറ്റിൽമെന്റ് ഉണ്ടാക്കിയത്. അത് പിണറായി വിജയൻ അല്ല, ഉമ്മൻചാണ്ടി അല്ല, VD സതീശനല്ല, ആര് മുഖ്യമന്ത്രി ആയാലും അത് അങ്ങനെ ചെയ്യാൻ കഴിയൂ. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.